എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മാസത്തെ കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ്. എല്ലാ കൗൺസിൽ അംഗങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം അനുശോചന പ്രമേയമാണ്. ദക്ഷിണേന്ത്യയുടെ ഗാനഗോകുലം എസ് ജാനകി ഓർമ്മയായി. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയും കേരള സർക്കാരിൻ്റെ ബഹുമതി 11 തവണയും തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികളും നേടി സംഗീത ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച കലാകാരിയായിരുന്നു ജാനകിയമ്മ. പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ഈ കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. വയനാട് ജില്ലയിലെ കള്ളാടി ആനക്കാംപൊയിൽ തുരങ്ക പാതാമുഖമായ മീനാക്ഷിയിലുണ്ടായ മണ്ണിടിച്ചിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, മുൻ MLA TPM സാഹിർ, ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി, പ്രകൃതി ദുരന്തങ്ങളിൽ മരണമടഞ്ഞവർ, കൂടാതെ ഇക്കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ എന്നിവർക്കും ഈ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, 2027 സെൻസസ് നടന്നു വരികയാണ്. അതിൽ കേരളത്തിൽ ഏറ്റവും വലിയ കോർപ്പറേഷൻ നമ്മുടെ കോർപ്പറേഷനാണ്. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി, അദ്ദേഹം ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കൗൺസിൽ യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹമായിരുന്നു ഈ സെൻസസിൻ്റെ അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ. അതോടൊപ്പം തന്നെ നമ്മുടെ 5 പ്രധാനപ്പെട്ട HODമാർ ഈ സെൻസസിന് നേതൃത്വം കൊടുത്തിരുന്നു. ചാർജ് 1 ജില്ലാ എംപവർമെൻറ്റ് ഓഫീസർ സഖി, 2 അക്കൗണ്ട്സ് ഓഫീസർ വിജയകുമാർ, 3 DCS മണികണ്ഠൻ, 4 കൗൺസിൽ സെക്രട്ടറി ഷൈനി, 5 റവന്യൂ ഓഫീസർ അനിൽകുമാർ. കേരളത്തിൽ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും ആദ്യം സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഈ കൗൺസിൽ യോഗം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ 22 വാർഡുകളുടെ ചാർജ് ഉണ്ടായിരുന്ന കൗൺസിൽ സെക്രട്ടറി ഷൈനി, അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ, കേരളത്തിൽ തന്നെ, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച കൗൺസിൽ സെക്രട്ടറി ഷൈനിയെയും ഈ യോഗം അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടാണ്. ഈ കൗൺസിൽ യോഗം നടന്ന് മുന്നോട്ട് പോകുന്ന ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് ഈ കൗൺസിലേഴ്സ് ഇരിക്കുന്ന കൗൺസിൽ ഹാളിന് ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം. കൗൺസിലർ നടക്കുന്ന സമയത്ത് കൗൺസിലർമാരുടെ ഈ ഹാളിനുള്ളിൽ കയറി വിഷ്വൽ എടുക്കുന്നതും റിപ്പോർട്ടിങ്ങും ഒഴിവാക്കണം എന്ന് കൗൺസിൽ യോഗത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഫോട്ടോഗ്രാഫർമാർ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക രേഖകളിൽ ആവശ്യമുള്ള ഫോട്ടോകൾ എടുക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിങ്ങളുടെ പ്രവർത്തനത്തിനായി പരമാവധി കൗൺസിൽ ലോഞ്ച് ഉൾപ്പെടെയുള്ള ബാൽക്കണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ. കൗൺസിലേഴ്സ് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഫോൺ മുഖാന്തരം ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ബ്യൂറോ ചീഫുമാരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ അജണ്ടകളിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം അജണ്ട നമ്പർ 15 15/7/2026 നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്ന സമയത്തും അതിനു മുൻപും നമ്മുടെ ഈ നഗരസഭാ മന്ദിരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ള ആവശ്യം കൗൺസിൽ യോഗത്തിലും അല്ലാതെയുള്ള സംഭാഷണങ്ങളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച കഴിഞ്ഞ 6 മാസമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15/7/2026 സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തത്. അന്ന് ആലോചിച്ചതനുസരിച്ച് 2000 മുതൽ നമ്മുടെ കോർപ്പറേഷനുമായി വിവിധ കാര്യങ്ങൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആർക്കിടെക്ട് അസോസിയേഷൻ്റെ നാഷണൽ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ ബി സുധീർ
ആർക്കിടെക്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭ്യമായ വിവരങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് രേഖകൾ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിച്ച കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളുടെ ശ്രദ്ധയിലേക്കായി അവരുടെ വിലയിരുത്തലിനായിട്ട് പ്രാഥമികമായിട്ട് സമർപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ചർച്ചകളിലേക്ക് പോകാം. ആർക്കിടെക്ട് അദ്ദേഹത്തെ ക്ഷണിക്കും. സുധീർ. ഒരു റിനോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രൊപ്പോസലായിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരാമിതികൾ നമുക്ക് ഈ കെട്ടിടത്തിൽ ഉണ്ട്. 50 കൗൺസിലേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കൗൺസിൽ ഹാളാണ്. ഇപ്പോൾ തന്നെ നമുക്ക് 100 പേരുണ്ട്, അത് ചിലപ്പോൾ 200 ആയേക്കാം. അപ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളുവാനുള്ള രീതിയിലും പിന്നെ ഓഫീസുകളുടെ പ്രവർത്തന രീതി, കോൺഫറൻസ് ഹാളുകൾ, അങ്ങനെ പല പല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം നമുക്കുള്ളത് വാഹന പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരിമിതികൾ. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഇവിടെ 2.6 ഏക്കർ സ്ഥലമാണുള്ളത്, 2.66 ഏക്കേഴ്സ് ലാൻഡ്. അപ്പോൾ ഈ 2.6 ഏക്കർ സ്ഥലത്ത് മൊത്തത്തോടെ ഒരു കെട്ടിടം പണിയുന്നതിന് പകരം ഇതിനെ ഒരു വോയിഡായിട്ട് പണിയാനാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കാം. കാര്യം നമ്മൾ സാധാരണ ഒരു 5 സെൻറ്റുള്ള ഒരു കെട്ടിടം ആലോചിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കെട്ടിടം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സ്ഥലം വളരെ കുറവായിരിക്കും. അതിന് പകരം ഈ കെട്ടിടത്തിനെ നമ്മൾ എലിവേറ്റ് ചെയ്ത് ഒരു പബ്ലിക് പ്ലാസ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഒരു പബ്ലിക് പ്ലാസ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാരംഭമായിട്ട് ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ചുവപ്പ് കെട്ടിടം വായിക്കാൻ തോന്നുന്നു. നീല കെട്ടിടമാണ് ബാക്കിൽ കാണുന്ന എൽ ഷേപ്പിൽ കാണുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന കൗൺസിലുള്ള പിങ്ക് കളറിലുള്ളതാണ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് താഴെ കാണിക്കുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പച്ച കളറിൽ കാണിക്കുന്നു. കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ്. വടക്ക് വശത്ത് റോഡാണ്, തെക്ക് വശത്ത് ഹോസ്റ്റലാണ്, പടിഞ്ഞാറ് വശത്ത് റോഡാണ്. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു കോർണർ പ്ലോട്ടാണ് നമുക്കുള്ളത്. ഇതാണ് ബിൽഡിംഗ് റൂൾസ്. ഞാനിതിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമുക്ക് FAR മാക്സിമം കിട്ടുന്നത് 3 ആണ്. അപ്പം 3 കിട്ടിയാൽ മാത്രമേ നമുക്ക് മാക്സിമം ബിൽഡബിലിറ്റി കിട്ടത്തുള്ളൂ. നമുക്കൊരു കൺസ്ട്രെയിൻ ഉള്ളത് ഇവിടെ ഹെറിറ്റേജ് സോണാണ്. ഹെറിറ്റേജ് സോൺ ആയതുകൊണ്ട് നമുക്ക് ഹെറിറ്റേജിൻ്റെ റൂൾസ് പാലിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈറ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് എയർപോർട്ടിൻ്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 37 മീറ്റർ പൊക്കം മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3 നില നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അത്രയും കൂടി കൂടുതൽ പണിയാൻ വേണ്ടി. കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമ്മുടെ ഇപ്പോഴത്തെ പ്രപ്പോസൽ FAR 3 വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500 കാറിൻ്റെ പാർക്കിംഗ് വേണ്ടി വരും. അപ്പോൾ 3 നില താഴോട്ട് പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ 1 നില താഴോട്ട് പോകാതെ തന്നെ നമുക്ക് കിട്ടും. കാര്യം നമ്മുടെ പ്ലോട്ട് ഓൾറെഡി ചെരിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ കന്നിമൂല ഭാഗം സൗത്ത് വെസ്റ്റ് സൈഡ് താന്നും നോർത്ത് ഈസ്റ്റ് പൊങ്ങിയാണ് കിടക്കേണ്ടത്. വാസ്തുപ്രകാരം നേരെ തിരിച്ചാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മളിതിനെ ലെവലാക്കിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബേസ്മെൻറ്റ് കിട്ടി. പിന്നെ 2 നില നമ്മൾ താഴോട്ട് കുഴിക്കണം. ഇതാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഫോം. കാര്യം 200 പേർക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റി ഉള്ള ഒരു കൗൺസിലുകൾ തന്നെ വളരെ വലുതാണ്. അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്കാണ് സ്ഥലം കണ്ടെത്തുക. ബാക്കി 3 സൈഡും ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഡയറക്ഷനാണ് സൗത്തും വെസ്റ്റും. അതുകൊണ്ട് മാക്സിമം ഓഫീസ് ഏരിയ എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് ബേസ്മെന്റ് 3 ആണ്. ഇതിൽ 150 കാറിന്റെ പാർക്കിംഗ് ഉണ്ട്. എല്ലാ കാർ പാർക്കിങ്ങും ഭാവിയിൽ ഡബിൾ ആക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാരണം ഒരു കാറിന്റെ മുകളിൽ നമുക്ക് മെക്കാനിക്കലായിട്ട് ഒരു കാറും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം 150 എന്നുള്ളത് 360 നമുക്ക് ഭാവിയിൽ മാറ്റാം. അപ്പോൾ 500 കാർ എന്നുള്ളത് 1000 കാറായിട്ട് ഭാവിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബേസ്മെന്റ് 1 ആണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു എൻട്രി ഉണ്ട്. എൻട്രി, ഇതൊരു ഡ്രോപ്പ് ഓഫ് പോയിന്റ്, എക്സിറ്റ്. ഈ എൻറ്റയർ ഏരിയ നമ്മൾ ഒരു പബ്ലിക് പ്ലാസ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമൺ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ലിഫ്റ്റ്, സ്റ്റെയർ കേസ്,
ഇതൊരു ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഓപ്പൺ എയർ അല്ല, ക്ലോസ്ഡ് ആണ്. പക്ഷേ ക്ലോസ്ഡ് മീൻസ് റൂഫ്ഡ് ആണ്, പക്ഷേ ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഇതായിരിക്കും ഇതിന്റെ എൻട്രി വരിക. ഇവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാം. ഇത് 8 മീറ്റർ വീതിയുള്ള റാമ്പാണ്. ഇതിനകത്തൂടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. അപ്പം സേഫായിട്ട് ആൾക്കാർക്ക് വന്നു. ഈ പ്ലാസ ഏരിയയിൽ എങ്ങും നമ്മൾ കാറൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ പറഞ്ഞത്. ഇതായിരിക്കും ഓപ്പൺ എയർ തിയേറ്റർ. ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങനെ ഇരിക്കും. 8 മീറ്റർ പൊക്കത്തിലുള്ള ഒരു ഡബിൾ ഹൈറ്റ് പവലിയൻ ആണ്. ഇതൊരു പബ്ലിക് പ്ലാസയാണ്. ഇതിന്റെ ഹോസ്റ്റൽ സൈഡാണിത്. ഇതിൽ 2 എസ്കലേറ്റർ ഉണ്ട്. മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിപ്പോവാം. ഇതാണ് ആ പ്ലാൻ. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഉണ്ടാവും. ആൾക്കാർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിക്കാനും ഒക്കെ ആയിട്ടും സമയം സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഉപയോഗിക്കാം. ഇതായിരിക്കും ഫസ്റ്റ് ഫ്ലോർ ഏരിയ. ഇതാണ് പ്ലാസ താഴെ കാണുന്നത്, ഓപ്പൺ എയർ തിയേറ്റർ. ഇവിടെയാണ് ഷോപ്സ് വരിക. ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെയാണ് കൗൺസിൽ ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്നത്. കോർപ്പറേഷൻ ഓഫീസ് ഇവിടെയാണ്. കൗൺസിൽ ഹാൾ ഇല്ലാതെ തന്നെ ഒരു ഫ്ലോറിൽ നമുക്ക് 36,000 സ്ക്വയർ ഫീറ്റ് കിട്ടും. ഇപ്പം നമ്മുടെ ഈ എൻറ്റയർ ബിൽഡിങ്ങിന് 36,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അത് ഒരു ഫ്ലോറിൽ തന്നെ കിട്ടും. ഇതായിരിക്കും പുതിയ കൗൺസിൽ ഹാൾ. 200 പേരുടെ കപ്പാസിറ്റിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് ഗാലറിയിൽ 650 പേരുടെ വിസിറ്റേഴ്സ് ഗാലറി, പ്രസ് ഗാലറി എല്ലാം ഉണ്ടാവും. ബാക്കി കൗൺസിലേഴ്സിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അങ്ങനെ ഹെഡ്സിൻ്റെ റൂംസ്, പിന്നെ മേയേഴ്സ് ഗാലറി, അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗാലറി ഏരിയ വരുന്നത്. 3rd ഫ്ലോർ ആണ്. ഓഫീസുകളൊക്കെ ഇങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. ഇപ്പോഴുള്ള പോലെ പെയിന്റ് അടിക്കുക അങ്ങനെയൊന്നും വേണ്ട. എല്ലാം ഈ പറഞ്ഞ ഒരു ഹൈടെക് ഓഫീസ് ആയിരിക്കും. അപ്പം ഒരുപാട് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിനകത്ത് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലുള്ള ബോർഡ് റൂംസ്, പല കപ്പാസിറ്റി ഉള്ള ബോർഡ് റൂംസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് പില്ലർ ഇല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂംസ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെറിയ മീറ്റിങ്ങുകൾ നടത്തണമെങ്കിലും നമുക്ക് നമ്പർ ഓഫ് റൂംസ് ഇപ്പോഴില്ലാത്ത ഫെസിലിറ്റി എല്ലാം കൊടുക്കാമെന്നുള്ളതാണ് ഉദ്ദേശം. ഇത് 2-3 നിലകളിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിലേക്കുള്ള ഫ്ലോറുകൾ. അതിനുവേണ്ടിയാണ് ഈ ഫ്ലോറുകൾ ഉപയോഗിക്കുക. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കും മറ്റ് കോർപ്പറേഷനിൽ വരുന്ന ആൾക്കാർക്കും മുനിസിപ്പൽ ആൾക്കാർക്കും അല്ലെങ്കിൽ മേയർക്കും ഒക്കെ താമസിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് റെസിഡൻഷ്യൽ ഏരിയ 36,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഒരു ക്രോസ് സെക്ഷൻ വരിക. 3 പാർക്കിംഗ് ഉണ്ട്. 1000 കാറിന്റെ പാർക്ക് ചെയ്യാം. പ്ലാസ ഏരിയ, കോർപ്പറേഷന്റെ ഫ്ലോർ, മേയറുടെ ചേംബർ, കോർപ്പറേറ്റ് കൗൺസിൽ ഹാൾ, ഇത് ഗാലറി ഫ്ലോർ. ഇവിടെ തൊട്ട് 1, 2, 3, 4 ഫ്ലോർ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഓവറോൾ ഈ 2.6 ഏക്കേഴ്സിനകത്ത് നമുക്കുള്ളത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം എല്ലാ ബിൽഡിങ്ങും കൂടെ കൂട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 6 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കിട്ടുന്നു. അതിൻ്റെ 4 ഇരട്ടി നമ്മൾ കിട്ടുകയാണ്. ഇത് കുറച്ച് 3D വ്യൂസ് ആണ്. ഇതിനകത്ത് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മതിലുകൾ കെട്ടി അടച്ച് ഒരു കോട്ട പോലെ അല്ല ചെയ്തേക്കുന്നത്. വളരെ തുറന്നിട്ടിട്ട് ഒരു ഓപ്പൺ സമീപനമാണ് ബിൽഡിങ്ങിലോട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ബയോഫിലിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കെട്ടിടം. ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അങ്ങടെ കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ ബ്രിക്കിന്റെ ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് ഈ ഹെറിറ്റേജ് സോണുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നേപ്പിയർ മ്യൂസിയം നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും ബ്രിക്ക് ക്ലാഡിങ് ആണ്.
ബഹുമാനപ്പെട്ട മേയർ ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച ഈ വിഷയം വളരെ കാലങ്ങളായിട്ടുള്ള ഒരാവശ്യം കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കെട്ടിടം ഏകദേശം 60 വർഷത്തിന് മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. പുതിയ സെൻസസ് വരുമ്പോൾ 13-14 ലക്ഷം ജനസംഖ്യ തിട്ടപ്പെടുത്തപ്പെടുന്ന ഈ നഗരം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൗഢിയിലേക്ക് അതിൻ്റെ നഗരഭരണം കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തും ഉണ്ടാകും. അതിന് അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രീകരിക്കുന്ന നഗരസഭയുടെ കാര്യാലയം, നഗരസഭാ ഓഫീസൊക്കെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളിലേക്കും മറ്റും എത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റവും ബഹുമാനപ്പെട്ട മേയറുടെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടിന് നഗരസഭാ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്നത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയറും സെക്രട്ടറിയും ഒക്കെ നേതൃത്വം കൊടുത്തൊരു സബ് കമ്മിറ്റിയും മറ്റുമൊക്കെ രൂപീകരിക്കേണ്ട ആവശ്യങ്ങളുണ്ടാകും. അതിലേക്കും അങ്ങ് എത്രയും വേഗത്തിൽ കടന്ന് കൃത്യമായി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ കഴിയണം. വളരെ വേഗത്തിൽ തന്നെ അടുത്ത കൗൺസിൽ പുതിയ കെട്ടിടത്തിലേക്ക് നടത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് എത്ര വേഗത്തിൽ കഴിയുമോ അതിലേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ത്വരിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് കടക്കണമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ കൗൺസിൽ തന്നെ ഈ കാലാവധി തന്നെ തീർന്നങ്ങോട്ട് മാറ്റണമെന്നാണ് മേയർ എന്നുള്ള നിലയ്ക്കുള്ള ആഗ്രഹം. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റിയോട് ചർച്ച ചെയ്യാം. അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പറയാം അടുത്ത വിഷയം ഇവിടെ പറഞ്ഞിട്ട് പറയാം. സമയം തരാം. അതായത് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. ഇത് നമ്മുടെ അവധി അപേക്ഷയുടെ കാര്യങ്ങൾ അതിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവധി അപേക്ഷ പറഞ്ഞല്ലോ. ഞാൻ അതിനകത്ത് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അവധി അത് ഞാൻ പറയാം. രണ്ടാമത് ഞാൻ അവധി അപേക്ഷയുടെ കാര്യങ്ങൾക്ക് അതിലോട്ട് വരാം. ശബരിനാഥന് മൈക്ക് കൊടുക്കും. ഇല്ല, ഇപ്പൊ ശബരിനാഥന് മൈക്ക് കൊടുക്കും. അല്ല, ശബരിനാഥന് മൈക്ക് കൊടുക്കും. ഇത് പറയാൻ മൈക്ക് ശബരിനാഥ് ദീപകിനല്ല, ശബരിനാഥന് മൈക്ക് കൊടുക്കും. ശബരിനാഥ് സംസാരിക്കണ്ടോ? എല്ലാ വിഷയം പറയട്ടെ. ഈ അവധി അപേക്ഷ അംഗീകരിക്കാൻ താല്പര്യമുള്ളവരല്ല. അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. ആദ്യം പറഞ്ഞ ഓഫീസിന്റെ അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. സുധീഷ്, പൗണ്ടുകട വാർഡ് കൗൺസിലർ സുധീഷ് 1. ഏത് വകുപ്പ് പ്രകാരം ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഏത് വകുപ്പിലാണ് ദീപകിന്റെ ശബരിയുടെ മൈക്ക് ഓഫ് ചെയ്യൂ. പൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാസ്റ്റിംഗ് ഉൾപ്പെടെ വിനിയോഗിച്ചിരിക്കുന്നു. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതന്റെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കൗൺസിലംഗങ്ങളുടെയും മാധ്യമപ്രവർത്തകരെയും ശ്രദ്ധിക്കുക. പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്, അതുകൂടി വായിച്ചേക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് നിങ്ങൾ കേൾക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് ഉൾപ്പെടെ പൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതന്
കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. അടുത്ത കാര്യം, മാധ്യമപ്രവർത്തകരും കൗൺസിലർമാരും ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 20/7/2026 പുറപ്പെടുവിച്ച സർക്കുലർ വായിക്കുകയാണ്. സുഗതന് ഞാൻ പറയാം, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ശബരിനാഥൻ അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ ഒന്ന് കേൾക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് സുഗതൻ കൊടുത്തിരുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 2026 7-ാം മാസം 2-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറാണ്. സുഗതന് ഹാജരാവാതിരിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്ന് ശബരിനാഥ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. തൃശൂർ ജയിൽ സൂപ്രണ്ട് മുഖാന്തരമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരുന്നതാണ്. കൗൺസിൽ യോഗം അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയാണ്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ട നമ്പർ 17 മുതൽ ഡെപ്യൂട്ടി മേയർ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 17 മുതൽ 46 വരെയുള്ള അജണ്ടകളും 113, 137 വരെ അജണ്ടകളും അതുപോലെ സപ്ലിമെന്ററിയുള്ള 1 മുതൽ 12 വരെയുള്ള അജണ്ടകളും കൗൺസിലിനുണ്ടാകും. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ആർക്കെങ്കിലും അഭിപ്രായം പറയാൻ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകളിൽ എന്തെങ്കിലും വിഷയം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താം. അടുത്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കരമന അജിത്ത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കരമന അജിത്ത്. അജണ്ട 47 വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടകളും പാസ്സായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സത്യവതി പറഞ്ഞു. ബഹുമാനപ്പെട്ട മേയർ, പറഞ്ഞോളൂ. 48, 55, 57, 70 മുതൽ 74 വരെയും 76 മുതൽ 79 വരെയും 82 മുതൽ 84 വരെയും 88 മുതൽ 86 മുതൽ 88 വരെയും 91 മുതൽ 94 വരെയും 99 മുതൽ 107 വരെയും 114 മുതൽ 121 വരെയും സപ്ലിമെന്റിലെ 1-ാമത്തെ അജണ്ടയും 56-ാമത്തെ അജണ്ടയും 68-ാമത്തെ അജണ്ടയും 90 മുതൽ 99 വരെ അജണ്ടയും 96 മുതൽ 108 വരെ അജണ്ടയും കൗൺസിൽ മുന്നാകെ. എല്ലാം കഴിഞ്ഞല്ലോ. ശരി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതെങ്കിലും അജണ്ടയിൽ ചർച്ചയിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോവൻ.
സാർ 41 മുതൽ 48 വരെയും 122 മുതൽ 125 വരെയും 1 മുതൽ 47 വരെയുമുള്ള അജണ്ട കൗൺസിൽ അംഗങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കണമെന്ന് സഭയിൽ താൽപര്യപ്പെടുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ആർക്കെങ്കിലും? ശരി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടകളൊക്കെ പാസ്സായിരിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയാം, രണ്ട് അജണ്ട മാറ്റിവെക്കുകയാണ്. മെയിൻ അജണ്ടയിൽ 167 അജണ്ട നമ്പർ 167 മാറ്റിവെക്കുകയാണ്. 167 മാറ്റിവെക്കുകയാണ്. ചെയർപേഴ്സൺ വെയിറ്റ് ചെയ്യും, ഒരു മിനിറ്റ്. സപ്ലിമെന്ററി അജണ്ടയിൽ അജണ്ട നമ്പർ 41 മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ അജണ്ട നമ്പർ 45 മാറ്റിവെക്കുകയാണ്. അജണ്ട നമ്പർ 52 മാറ്റിവെക്കുകയാണ്. ഇത് ഒഴിവുള്ള ബാക്കിയുള്ള അവതരിപ്പിക്കാം. സർ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മെയിൻ അജണ്ടയിലുള്ള 27, 28, 30, 90, 95, 126 മുതൽ 191 വരെ, അതിനകത്ത് മേയർ പറഞ്ഞ 167 മാറ്റിവെച്ചുകൊണ്ട്, അതുപോലെ തന്നെ സപ്ലിമെന്ററി അജണ്ടയിൽ പേജ് നമ്പർ 43 മുതൽ 68 വരെ, 1 മുതൽ 57 വരെ ഉള്ളതിൽ 41, 43, 52 മാറ്റിവെച്ചുകൊണ്ട് കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മാറ്റിവെച്ച അജണ്ടകളൊഴികെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട വായിക്കൂ. സർ, നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സപ്ലിമെന്ററി അജണ്ടകളില്ല. മെയിൻ അജണ്ടയിൽ നമ്പർ 192 മുതൽ 199 വരെ അംഗീകാരത്തിനായി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ടൗൺ പ്ലാനിംഗിൽ ആർക്കെങ്കിലും ചർച്ചയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഒന്നുമില്ല. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സിന്ധു ശശി, എന്തെങ്കിലും ഇല്ല? ഒന്നുമില്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പൽ ഉദയൻ, ഇല്ല. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കുന്ന നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കാനുള്ള അജണ്ട പാസ്സായിരിക്കുകയാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ അവതരിപ്പിച്ച് പാസ്സായിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്പറുകൾ വായിച്ച് ഒഴിവാക്കിയ അജണ്ടകൾ ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്.
പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു കാര്യം കൂടെ പറയാം. പ്രതിപക്ഷ അംഗങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അതെങ്കിലും കേൾക്കൂ. നിങ്ങൾ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടവർ മറുപടി പറഞ്ഞോട്ടെ. സംസ്ഥാന സർക്കാരിന് വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ചുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി. ഞാൻ അവിടെ കുറച്ച് പ്രതിപക്ഷം അവരോട് പലതവണ പറഞ്ഞിട്ടും വസ്തുതാപരമായ കാര്യങ്ങൾ കൂടി പോലും കേൾക്കാൻ തയ്യാറാകാതെ അവർക്കും കൂടെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ വിയ്യൂർ ജയിലിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തിന് പോലീസ് പരോളിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കൗൺസിലിൽ ഹാജരാകാനുള്ള ഒരു അനുമതി ചോദിച്ചിരുന്നു. നിയമത്തിൽ അത് ചോദിക്കാം, കാപ്പ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന് ചോദിക്കാം. ഈ കൗൺസിൽ കൂടി ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും എന്ന ആശങ്കയും അദ്ദേഹം അതിൽ പ്രകടിപ്പിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കൗൺസിലിൽ ഹാജരാകാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരസിച്ചു. അതേ സർക്കുലറിൽ തന്നെ അദ്ദേഹം ജയിലിലായ കിടക്കുന്ന കാലയളവിൽ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാവുന്നതാണെന്നും ആ അപേക്ഷ കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്തത്. 20/7/2026 ആ സർക്കുലർ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ വെളിച്ചത്തിലും മുനിസിപ്പൽ ആക്ട്, കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളും, അതിൽ 91K സെക്ഷൻ 91K ആ ചട്ടത്തിൻ്റെ പിൻബലത്തിലുമാണ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗം പാസാക്കിയത്. അപേക്ഷ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഭരണപക്ഷത്തെ കൗൺസിലർമാരും പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷും സുഗതൻ്റെ അപേക്ഷയെ പിന്തുണച്ചു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ രേഖപ്പെടുത്തിയപ്പോൾ 51 പേർ സുഗതൻ്റെ അപേക്ഷയെ പിന്തുണച്ചിട്ടുണ്ട്. 101 അംഗ കൗൺസിൽ 51 പേർ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിലാണ് ആ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ 6 മാസത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. അത് നിയമപരമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലറുമുണ്ട്. ആ സർക്കുലർ മീഡിയ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, എല്ലാവർക്കും അതിൽ നിന്ന് ലഭിക്കും. ഈ സർക്കുലറോടെ 2 തവണ വായിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ അത് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ സർക്കുലർ ഇട്ടിട്ടുണ്ട്. മുനിസിപ്പൽ ചട്ടത്തിൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷനാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പ് വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അപേക്ഷയെ അനുകൂലിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോഴേക്കും 50 പേർ കൈ ഉയർത്തിയായിട്ട് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ ഉണ്ടായി. കാരണം മേയർ എന്നുള്ളതിലേക്ക് പറഞ്ഞിട്ടുണ്ട് 101 കൗൺസിലർമാരിലെയും അവരുടെ അംഗത്വം സംരക്ഷിക്കാൻ വേണ്ടി ഈ 5 വർഷവും എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അംഗത്തിൻ്റെ അംഗത്വം സംരക്ഷിക്കേണ്ടത് മേയറുടെ കൂടി ഉത്തരവാദിത്തമാണ്. വന്നില്ലല്ലോ. എന്തേ? അല്ല, മേയറുടെ വോട്ട് കൂടി രേഖപ്പെടുത്തും ഉൾപ്പെടെ മേയർ കൂടി വോട്ട് രേഖപ്പെടുത്തി. അല്ല, മുനിസിപ്പൽ ആക്ടിൻ്റെ ബലത്തിലാണ് എല്ലാം ചെയ്യുന്നത്.
സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. സുരക്ഷിതമായിരിക്കും, താങ്കൾ അയോഗ്യനാക്കപ്പെടുകയില്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ സർക്കുലറാണ്, അദ്ദേഹത്തിനടുത്ത് മറുപടിയായിട്ട് എടുക്കാം. ഒരു സർക്കുലറാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഈ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അദ്ദേഹത്തിന് ഹാജരാവാൻ സാധിക്കില്ല, അതിനുള്ള അനുവാദം നൽകണം എന്നുള്ളത്. എന്തേ അത് 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 അദ്ദേഹം എഴുതി വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് കൊടുക്കുകയും വിയ്യൂർ ജയിൽ സൂപ്രണ്ട് പ്രോപ്പർ ചാനലിലൂടെ ജയിലിലെ രേഖകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തപാലിൽ അയച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെ തപാലിൽ രേഖപ്പെടുത്തി സ്വീകരിച്ചാണ് മേയർക്ക് ഇന്ന് കൈമാറിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വിയ്യൂർ ജയിലിൽ ലഭിച്ച കത്തും ഇവിടെ എത്തിച്ചു. അല്ല, ഇത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ പിന്തുണച്ചതാണ് ഞങ്ങൾ കണ്ടത്. അത് അദ്ദേഹം കൈ ഉയർത്തി പിന്തുണച്ചു. അദ്ദേഹത്തിന് പിന്തുണച്ചു എന്ന് കൗൺസിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. ബാക്കി എന്താണ് എന്ന് അദ്ദേഹത്തോടും ചോദിക്കും. അത് അദ്ദേഹത്തിന്, എൻ്റെ അഭിപ്രായം അദ്ദേഹം തന്നെയാണ് പറയുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് ഡയസിൽ ഇരുന്നപ്പോഴേക്കും അദ്ദേഹം സുഗതൻ്റെ അപേക്ഷ പിന്തുണയ്ക്കുന്നതായിട്ട് കൈ ഉയർത്താൻ മതി, കൈ ഉയർത്തി. അത് കണ്ടിട്ടാണ് അതുകൂടി എണ്ണിക്കൂട്ടിയത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ എന്ന CPM കൗൺസിൽ വരാത്തതും അതുകൊണ്ടാണോ? ആരാ ചോദിച്ചത്? ആ ഉണ്ടോ? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരു കൗൺസിലർ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വഴങ്ങുന്ന ആളാണെന്ന് അങ്ങനെ പറയുന്നത് ദീപകിന് എന്താ സംഭവിച്ചത്? മുമ്പൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു ദീപകിന്. ഇങ്ങനെ കുറച്ചുകൂടെ ഒരാളിനെ അദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ മാറുമെന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അല്ല, അതല്ല പറയേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൗൺസിലർ വന്നില്ല, അപേക്ഷ ഒന്നും പറഞ്ഞില്ല. അതെന്തു പറ്റും? അല്ല, അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. നോക്കിയപ്പോൾ അവിടെ കൈ ഉയർത്തിയവരുടെ എണ്ണിയപ്പോഴേക്കും 50 പേര് കൈ ഉയർത്തിയിരിക്കുന്നു. ആ, അത് എല്ലാം വളരെ നമ്മൾ കുറേ കാലം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലല്ലോ. എന്ത് അത് വളരെ ഭരണത്തിന് വേറെ തടസ്സവും സ്തംഭനമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ടത് അല്ല, അങ്ങനെയുള്ള കമൻ്റൊന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും പരിശോധിച്ചിട്ടുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ജയിച്ച് വരുന്ന, ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഇത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു അംഗത്തിന് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മേയർ അത് പറയുമ്പോൾ ഇന്ന് വരെ ഈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ അംഗങ്ങൾ എഴുന്നേറ്റ് എതിർത്തിട്ടുണ്ടോ? ഞാൻ 5 വർഷം കൗൺസിലറായിരുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് മേയറാണ്. എൻ്റെ അറിവിലില്ല. ഇദ്ദേഹം 20-25 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്. അദ്ദേഹം 15 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും രാധാകൃഷ്ണജിയാണ് ഇതിൽ ആദ്യത്തെ ടേബിൾ വരുന്നത്. ബാക്കി ഏറെക്കുറെ സജി ഗിരിയൊക്കെ ഏകദേശം 8 കൊല്ലം കൊണ്ട് കൗൺസിലർ. ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ജയിച്ചു വന്ന ഒരാളിന് വ്യക്തിപരമായ അസൗകര്യം കൊണ്ട് വരില്ല എന്ന് പറയുമ്പോൾ, അല്ല അയാൾ വരാതിരുന്നാൽ എന്താ അതിന് അനുവദിക്കാൻ ഒക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കീഴ്വഴക്കത്തിന് LDF തുടക്കം കുറിച്ചിരിക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അംഗം സുഖമില്ലടക്കി വേറെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് പറയുമ്പോഴേക്കും അപ്പുറത്ത് 50 പേര് എഴുന്നേറ്റ് നിന്നിട്ട് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് കാപ്പ കേസ് ചുമത്തി ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പറഞ്ഞതാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വ്യക്തികളെ തെരഞ്ഞെടുപ്പിന് പോലും ക്രിമിനൽ കേസിൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ നോമിനേഷൻ പോലും കൊടുക്കുമ്പോൾ സൂക്ഷ്മ പരിശോധന ചെയ്യുക. അപ്പോൾ ഇത് വളരെ സ്വാഭാവികമായിട്ട് പറയാൻ കഴിയുന്നതാണോ? ഈ അസുഖം ബാധിതരായി അവധി ചോദിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് കാണണ്ട. അല്ല, വളരെ സ്വാഭാവികമായി മേയർ പറയുന്നു. അതുകൊണ്ട് അല്ല, അങ്ങ് സ്വാഭാവികമായിട്ട് കാണേണ്ടത് ഞാൻ മേയറല്ല, സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറും കൂടെ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വാഭാവികമായി കമ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ ഞാൻ പറയുന്നത് അങ്ങ് അങ്ങനെ കമ്പയർ ചെയ്തോളൂ. അങ്ങയുടെ പെർസ്പെക്റ്റീവിൽ ഇന്റർപ്രറ്റ് ചെയ്തോളൂ.
ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മുനിസിപ്പൽ ആക്ടിനെയാണ്. 91K, സെക്ഷൻ 91K മുനിസിപ്പൽ ആക്ട്, ഇതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഒന്ന് വായിക്കാതെ തന്നെ ഇവിടെ 91K അദ്ദേഹത്തിന് പറഞ്ഞത് 91K എന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് 2 കൊടുത്തിട്ടുണ്ട്, എല്ലാ കൗൺസിലർമാരും കൊടുത്തു. ഓക്കെ, അതെ 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 അതെ. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തില്ല. അല്ല, സർക്കുലർ വന്നതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറാണ്. അത് നേരത്തെ അറിയാത്തതിൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട്, എനിക്കറിയാം, അത് മനസ്സിലാക്കുന്നു. അല്ല, എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറും ആക്റ്റും അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരിക്കുന്നത്, സെക്രട്ടറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്.